അതായത് ഇപ്പോൾ ഈ 1,72,00,000 രൂപ അതുമായി ബന്ധപ്പെട്ടാണല്ലോ നമ്മുടെ ഈ ചർച്ചയൊക്കെ നടക്കുന്നത്. ഇനിയിപ്പോൾ ഈ അന്വേഷണത്തിൽ ഒരുപക്ഷെ CMRL-ഉം എക്സാലോജിക്കും തമ്മിൽ നടത്തിയ മറ്റ് ഇടപാടുകളും അതൊരുപക്ഷെ പുറത്തു വരാനുള്ള സാധ്യതയില്ലേ? നേരത്തെ ഷോൺ പറഞ്ഞു, ഇവിടെ ബാംഗ്ലൂരിൽ കേന്ദ്രീകരിച്ചുള്ള ഇടപാടുകൾ മാത്രമല്ല, പുറത്തും എക്സാലോജിക്കിന് ഓഫീസുകളുണ്ട്, അവിടെയും വലിയ ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്നാണ്. ഈ അന്വേഷണത്തിൽ മറ്റ് ഇടപാടുകൾ കൂടി പുറത്തു വരുമോ, അതോ ഇതിലേക്ക് മാത്രം കേന്ദ്രീകരിച്ചായിരിക്കുമോ അന്വേഷണം നടത്തുക? അല്ല, ഇതൊരു സാമ്പത്തിക ക്രമക്കേട് എന്ന് പറയുന്നതാണ് അതിൻ്റെ ചാർജ് എങ്കിൽ അത് വിശാലമായിട്ടുള്ള ഒരു അർത്ഥത്തിൽ അന്വേഷിക്കേണ്ടുന്ന ഒരു വിഷയമാണ്. ബൈ ഡിഫോൾട്ട് അതിൻ്റെ സ്കോപ്പ് തന്നെ മാറുകയാണ്. കാരണം ഇങ്ങനെ ഒരു കമ്പനിക്ക് മറ്റൊരു കമ്പനിയുമായിട്ട്, അതും KSIDC പോലെയുള്ള സംസ്ഥാനത്തിന് വളരെ സ്റ്റേക്കുള്ള ഒരു സ്ഥാപനത്തിൻ്റെ ഷെയർ കൂടിയുള്ള ഒരു CMRL എന്ന് പറയുന്ന ഒരു സ്ഥാപനവുമായി ബാംഗ്ലൂരിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിന് ഈ രീതിയിലുള്ള ഒരു എൻഗേജ്മെന്റ് ആണ് നടന്നിരിക്കുന്നത് എങ്കിൽ അതിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ട് എങ്കിൽ അതിൽ നേരത്തെ തന്നെ കണ്ടെത്തിയിരിക്കുന്ന മറ്റൊരു സംവിധാനം കണ്ടെത്തിയിരിക്കുന്നത് പോലെ ഉന്നതനായിട്ടുള്ള ഒരു വ്യക്തിയുടെ ബന്ധുത്വവുമായി റിലേറ്റഡ് ആയിട്ടാണ് അതിലുള്ള ഒരു എൻഗേജ്മെന്റ് വരുന്നത് എന്ന് സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരുടെ മറ്റുള്ള ഇടപാടുകളും അവിടെ പരിശോധിക്കപ്പെടും. അതിന് മറ്റൊരു സെപ്പറേറ്റ് പരാതി ഉണ്ടാകണമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതൊക്കെ തന്നെ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള കേസാണ്. ആ ഒരു കമ്പനിയുടെ സാമ്പത്തികമായിട്ടുള്ള എല്ലാ ഇടപാടുകളും പരിശോധിക്കപ്പെടും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ ഇത് CMRL-ഉം എക്സാലോജിക്കും തമ്മിൽ മാത്രമുള്ള ഒരു വിഷയമാണെന്ന് കരുതുന്നില്ല. അതിൻ്റെ സ്കോപ്പ് നാച്ചുറലി കൂടും. കാരണം ഇനി അതിൻ്റെ പേരിൽ മറ്റേതെങ്കിലും ഇവർക്ക് ഇതേപോലെ ഷെയർ ഹോൾഡർ ഉള്ള ഒരു കമ്പനിയിൽ അവിടെ നിന്ന് ആരെങ്കിലും ഒരു പരാതി കൊടുത്തതിന് ശേഷം മാത്രമേ അത് അന്വേഷിക്കാവൂ എന്ന് പറയുന്നതിൽ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ സ്കോപ്പ് വർദ്ധിക്കും. ഒരുപക്ഷെ അങ്ങനെ ഒരു വലിയ വിശാലമായിട്ടുള്ള അർത്ഥത്തിൽ അത് അന്വേഷിക്കപ്പെടേണ്ടതാണ് എന്നുള്ള ബോധ്യം കമ്പനികാര്യ മന്ത്രാലയത്തിനുള്ളത് കൊണ്ട് തന്നെയാകും അവരിതിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിലുള്ള ഫൈനാൻഷ്യൽ ഫ്രോഡ് പോലെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട് PMLA പോലെയുള്ള വകുപ്പുകൾ ചുമത്തണം എന്ന് പറയുന്നതും, അല്ലെങ്കിൽ അതിൽ ക്രിമിനലായിട്ടുള്ള കാര്യങ്ങൾ അതിൽ വരുന്നത് കൊണ്ട് ED പോലെയുള്ള CBI പോലെയുള്ള സംവിധാനങ്ങളുടെ അന്വേഷണം അതിൽ ഉണ്ടാകണം എന്ന് പറയുന്നതിൻ്റെ ആ ഒരു ശുപാർശ വരുന്നതിൻ്റെയും കാരണം ഒരുപക്ഷെ ഇങ്ങനെ വിശാലമായിട്ടുള്ള അർത്ഥത്തിൽ അന്വേഷിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ പല ആൾക്കാർക്കും വേണമെങ്കിൽ പറയാം, മറ്റുള്ള പല എൻഗേജ്മെന്റുകളും ഒരുപക്ഷെ രണ്ട് പ്രൈവറ്റ് കമ്പനികൾ തമ്മിലുള്ള ഇടപാടുകളാണല്ലോ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് അവർ തമ്മിൽ മാത്രമുള്ള കാര്യമല്ലേ, അതിൽ എന്തെങ്കിലും രീതിയിലുള്ള കോൺട്രാക്ട് ഉണ്ടാകേണ്ടതുണ്ടോ, സുതാര്യത അതിൽ നമുക്ക് വാശി പിടിക്കാൻ കഴിയുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പലരും പറഞ്ഞ് സോഷ്യൽ മീഡിയയിലടക്കം പോസ്റ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടു. പക്ഷേ ഇതിലൊക്കെയുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, മണി ലോണ്ടറിങ് പോലെയുള്ള ഒരു ചാർജ് ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ട് സ്വകാര്യ കമ്പനികൾ തമ്മിലുള്ള ഇടപാടാണെങ്കിൽ പോലും അതിൽ പണം വെളുപ്പിക്കാനുള്ള ഒരു ശ്രമം നടന്നിട്ടുണ്ടോ എന്നുള്ള സ്വാഭാവികമായിട്ടുള്ള ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം അന്വേഷിക്കണമെങ്കിൽ അതിൻ്റെ ഏജൻസി ED തന്നെയാണ്. കാരണം അതിൽ എന്തെങ്കിലും രീതിയിലുള്ള മണി ലോണ്ടറിങ് നടന്നിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കപ്പെടേണ്ടതാണ്. തന്നെയുമല്ല, അങ്ങനെയുള്ള ഒരു പൊതു താല്പര്യം അങ്ങനെയുള്ള ഒരു വിഷയത്തിൽ വരിക കൂടി ചെയ്യുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അതൊരു ഫൈനാൻഷ്യൽ ഫ്രോഡ് എന്ന് പറയുമ്പോൾ ഒരു ദേശവിരുദ്ധ പ്രവർത്തനം കൂടിയാണ്. അതുകൊണ്ട് ഇതിന്റെ അന്വേഷണം എന്ന് പറയുന്നത് കേവലം ഒരു CMRL എക്സാലോജിക് എന്നതിനപ്പുറത്തേക്ക് വളരെ വിശാലമായിട്ടുള്ള ഒരു സ്കോപ്പിലേക്ക് ഇത് പോകുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ശ്രീധ, നേരത്തെ LDFന്റെ റെപ്രസെൻറ്റേറ്റീവ് അഡ്വക്കേറ്റ് സതീഷ് പറഞ്ഞതും ചോദിച്ചത് അതാണ്, ഇവിടെ പൊതു ഖജനാവിന് നഷ്ടമൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ എന്ന്. ആ രീതിയിലാണ്, ആ ഒരു ക്യാപ്സ്യൂൾ വെച്ചാണ് ഇപ്പോഴും ഗുരുതരമായ ഈ വിഷയത്തെ ഇവർ നേരിടുന്നത്. അല്ല, അങ്ങനെ പറയാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം നമ്മളൊന്ന് ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ CMRL എന്ന് പറയുന്ന ഒരു കമ്പനിയുണ്ട്. ആ കമ്പനിയിൽ ഏതാണ്ട് 14% സ്റ്റേക്ക് ഉള്ളത് KSIDCക്കാണ്. അത് നമ്മുടെ കേരള സർക്കാരിന്റെ ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്. അതിന്റെ തലപ്പത്ത് MD ആയിട്ടിരിക്കുന്ന ഒരു IAS ഓഫീസറാണ്. അതിന്റെ സ്ട്രക്ചറും സർക്കാരിന്റെ സ്റ്റേക്കും ഒക്കെ നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാവുന്നതാണ്. അപ്പോൾ ഏതാണ്ട് 14% സ്റ്റേക്കുള്ള ഒരു സ്ഥാപനം അവർ പ്രവർത്തിക്കുകയാണ് അവിടെ. അവരുമായി ബന്ധപ്പെട്ട് ഒരു ക്വാസി ജുഡീഷ്യൽ സംവിധാനത്തിന്റെ ഒരു ഓർഡർ വരികയും അതിൽ ബിസിനസ് ഇൻകം അല്ലെങ്കിൽ ബിസിനസ് ലോസ് ആയിട്ട് അവരുടെ ഒരു ട്രാൻസാക്ഷനെ കാണിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മാൽ പ്രാക്ടീസിനെ അവർ പിടിക്കപ്പെടുകയും അതിന്റെ പേരിൽ പിന്നീട് അവർ പിഴയൊടുക്കുകയും ഒക്കെ ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഈ CMRL എന്തൊക്കെയാണ് ഈ നടക്കുന്നത് എന്ന് അന്വേഷിക്കാനായിട്ടുള്ള ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു അവകാശം അതിലുള്ള 14% ഹോൾഡ് ചെയ്യുന്ന KSIDCക്ക് ഉണ്ടാകേണ്ടതല്ലേ സ്വാഭാവികമായിട്ടും. അപ്പൊ അങ്ങനെയാണെങ്കിൽ KSIDCയുടെ തലപ്പത്തിരിക്കുന്ന ആൾക്കാർക്ക്, അതിനെ നിയന്ത്രിക്കുന്ന സർക്കാർ സംവിധാനത്തിനെ ഒക്കെ തന്നെ വളരെ കൃത്യമായിട്ട് ആ വിഷയത്തിൽ അന്വേഷണം നടത്തേണ്ടതാണ്. പക്ഷെ നാളിതുവരെ ഈ ഇൻകം ടാക്സിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിൽ ഈ പറഞ്ഞിരിക്കുന്ന ഒരു ബിസിനസ് മാൽ പ്രാക്ടീസ് വന്നതിന് ശേഷം KSIDC ഏത് നിലയ്ക്കാണ് ഇടപെട്ടിട്ടുള്ളത്? അപ്പോൾ അതിലൊരു പൊതു താല്പര്യമല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ഒരു താല്പര്യം അവിടെ ഉള്ളത് കൊണ്ട് തന്നെയാണല്ലോ അതിലെ ഒരു ഷെയർ ഹോൾഡർ കൂടിയായിട്ടുള്ള ശ്രീ ഷോൺ ജോർജ് ഈ പരാതിയുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നഷ്ടമുണ്ടായിട്ടില്ല എന്ന് എങ്ങനെ പറയാൻ കഴിയും? ഇപ്പോൾ ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞതുപോലെ OC, RC, KK, PV എന്നൊക്കെ പറഞ്ഞിട്ട് പല ആൾക്കാർക്ക് ഇങ്ങനെ പണം അവർ കൊടുത്തിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഈ പണം എവിടെ നിന്നാണ് വരിക?
CMRL എന്ന് പറയുന്ന കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു 14% സ്റ്റേക്ക് KSIDCക്ക് ഉണ്ടെങ്കിൽ അവരുടെ ആ പണത്തിൽ, അവരുടെ അതിന്റെ ട്രാൻസാക്ഷനിൽ, അവരുടെ ഇൻകത്തിൽ, അവരുടെ എക്സ്പെൻഡിച്ചറിലെല്ലാം തന്നെ ഇവർക്കൊരു താല്പര്യം ഉണ്ടാകണം. അപ്പൊ എവിടെ നിന്നോ കുറെ പണം എടുത്തിട്ട് ഏതൊക്കെയോ അക്കൗണ്ടുകളിൽ എഴുതി തള്ളിയതിനു ശേഷം കുറേയധികം ആൾക്കാർക്ക് കൊടുക്കുകയും അവിടെ അവർക്ക് ഇല്ലാതിരിക്കുന്ന ബിസിനസ് ലോസ് അല്ലാതിരിക്കുന്ന ഒരു കാര്യത്തിനെ ബിസിനസ് ലോസ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിലെന്തെങ്കിലും ആനുകൂല്യം കൈപ്പറ്റാനായിട്ട് അവർ ശ്രമിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് വളരെ ഗ്രേവ് ആയിട്ടുള്ള ബിസിനസ് മാൽ പ്രാക്ടീസ് ആണ്. ആ മാൽ പ്രാക്ടീസ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇത് KSIDCക്ക് ഒരു ഉത്തരവാദിത്വം ഉണ്ടാകേണ്ടതല്ലേ? അപ്പോൾ അങ്ങനെ നമ്മൾ നിയമപരമായി നോക്കിയാലും ഘടനാപരമായി നോക്കിയാലും സാമാന്യ യുക്തി വെച്ച് നോക്കിക്കഴിഞ്ഞാലും എല്ലാം തന്നെ ഇത് ആൾക്കാർക്ക് നഷ്ടമുണ്ടാകുന്ന കാര്യമാണ്. അപ്പോൾ ഇല്ലെങ്കിൽ ഇവിടെ ഈ KSIDCയുടെ സ്റ്റേക്കിൽ സർക്കാരിന് ഒരു ഉത്തരവാദിത്വം ഇല്ല എന്നാണെന്നുണ്ടെങ്കിൽ നമുക്കതിൽ IAS ഒന്നും വെറുതെ വെക്കേണ്ടുന്ന കാര്യമില്ലല്ലോ. അതൊക്കെ ഏതെങ്കിലും പ്രൈവറ്റൈസ് ചെയ്തിട്ട് അത് അങ്ങനെ അങ്ങ് പോകട്ടെ എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ അതൊക്കെ ബാലിശമായിട്ടുള്ള ആരോപണങ്ങളാണ്. അത് പലപ്പോഴും നമ്മളിങ്ങനെ കേൾക്കുന്നതാണ്. ഇതിൽ ആൾക്കാർക്ക് ഇപ്പൊ കിഫ്ബിയുടെ തിരിച്ചടവിൽ പോലും നമുക്കാർക്കും ഒരു ഉത്തരവാദിത്വമില്ല എന്നൊക്കെ പറയുന്ന ഇടതുപക്ഷക്കാരല്ലേ? ഇടതുപക്ഷത്തെ ഔദ്യോഗിക വക്താക്കളായിട്ട് വന്നിട്ട് അവിടെ ഇരുന്ന് പറഞ്ഞില്ലേ? പക്ഷേ ഇതിന്റെ തിരിച്ചടവിലേക്ക് പോകുന്നത് നമ്മൾ റോഡ് ടാക്സ് കൊടുക്കുന്ന പണത്തിൽ നിന്നോ അല്ലെങ്കിൽ നമ്മൾ ഫ്യൂവൽ അടിക്കുന്ന സമയത്ത് കൊടുത്തിരിക്കുന്ന സെസ്സിൽ നിന്നോ ഒക്കെ തന്നെയാണെന്ന് നമുക്കറിയില്ലേ? നേരെ മറിച്ചത് സംസ്ഥാനത്തിന്റെ ഖജനാവിലേക്ക് നേരിട്ട് പോവുകയും കിഫ്ബിയുടെ തിരിച്ചടവിലേക്കല്ല പോവുകയും ചെയ്യുന്നതെങ്കിൽ സംസ്ഥാനത്തുള്ള അടിസ്ഥാന സൗകര്യത്തിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടുന്ന പണമാണ്. അപ്പൊ ഇതെല്ലാം തന്നെ ആൾക്കാരുടെ പണമാണ്. അല്ലാതെ ശൂന്യതയിൽ നിന്ന് പെട്ടെന്ന് ഇങ്ങനെ പണം ഉണ്ടായിക്കൊണ്ടുവരാൻ നമ്മളാരും PV ഒന്നും അല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇതിൽ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുടെ സ്റ്റേക്ക് ഉണ്ട്. കൂടുതലായിട്ട് അന്വേഷിക്കേണ്ടതാണ്. ഇവരൊക്കെ ഈ അന്വേഷണത്തിനെ ഭയപ്പെടുന്നത് എന്തിനാണ്? ഇപ്പോൾ പിന്നെ എൻ്റെ മകളുടെ കമ്പനിയോട് ചോദിച്ചിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചോദിച്ചതിന് ശേഷം അവരുടെ കയ്യിൽ ഒരു കുന്തവും ഇല്ല എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ വേറെ എന്ത് ഡിഫൻസ് ആണ് നമുക്ക് ഇവിടെ എടുക്കാനിരിക്കുന്നത്? നമ്മളത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ അവർ ശുപാർശ ചെയ്തിരിക്കുന്ന അന്വേഷണങ്ങൾ, വയലേഷൻസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ കമ്പനി ആക്ടിൽ പറഞ്ഞിരിക്കുന്ന ഏതൊക്കെ പ്രൊവിഷൻസ് ഉണ്ടോ, ഇപ്പോൾ 118, 129, 455, 447, 448, 134 എത്ര വകുപ്പുകളാണ്? അപ്പോൾ അങ്ങനെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഒഫൻസ് ഉണ്ടാവുകയും ആ കമ്പനി അടച്ചുപൂട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നോക്കുന്നത് പോലും നിയമപരമല്ല എന്ന രീതിയിലത്തേക്കുള്ള എതിർപ്പുകളും അങ്ങനെയുള്ള ഒബ്സർവേഷൻസും ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിൽ സംസ്ഥാന സർക്കാരിനോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കോ ഒന്നും തന്നെ യാതൊരു വിധത്തിലുള്ള ഉത്തരവാദിത്വം ഇല്ല എന്ന് പറയാൻ കഴിയില്ല. ഒരുപക്ഷെ അത് പറയാൻ കഴിയുമായിരുന്നു CPMന്റെ ഭാഗത്ത് നിന്ന് ഈ രീതിയിലുള്ള ഒരു പ്രസ്താവന ആദ്യം തന്നെ വന്നില്ലായിരുന്നുവെങ്കിൽ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പറന്നുപോയ പണി ഏടി വെച്ച് പിടിച്ചിരിക്കുകയാണ് CPM എന്നുള്ളത്. അവരൊന്ന് അല്പം ഒരു പൊടിക്ക് അടങ്ങിയിരുന്നെങ്കിൽ ഈ രീതിയിലുള്ള ഒരു ബ്ലെയിം കേൾക്കേണ്ടുന്ന അവസ്ഥ സാഹചര്യം CPMന് ഉണ്ടാകുമായിരുന്നില്ല. പക്ഷേ ഇതിപ്പോൾ അവർ ഏറ്റെടുത്തിരിക്കുന്നു. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ക്യാബിനറ്റിലുള്ള ഏതെങ്കിലും ഒരു മന്ത്രി ഇതിനെതിരെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ? അത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള വിഷയമാണ്, അതിൽ പാർട്ടിക്ക് അഭിപ്രായമില്ല എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ഘടകകക്ഷി പറഞ്ഞിട്ടുണ്ടോ? അവരാരും പറഞ്ഞിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ മിണ്ടാതെ ഇരുന്നുകൊണ്ട് ഈ സിൻ ബൈ സൈലൻസ് എന്നൊക്കെ പറയുന്നത് പോലെ മിണ്ടാതെ ഇരുന്നുകൊണ്ട് ഇവരെല്ലാം തന്നെ ഈ പാപത്തിൽ പങ്കുചേരുകയാണ് എന്നാണ് അതിനർത്ഥം. ഈ കോംപ്ലിസിറ്റ് ആവുക എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയത്തില്ലേ? ഇവർ മിണ്ടാതെ ഇരിക്കുന്നു. മിണ്ടാതെ ഇരുന്നതിന് ശേഷം ആ ക്രൈം എന്താണോ അല്ലെങ്കിൽ ആ പാപം എന്താണോ ആ പാപത്തിൽ ഇവർക്കും ഒരു പങ്കുണ്ട് എന്ന രീതിയിലത്തേക്ക് തന്നെ മാത്രമേ നമുക്കിതിനെ കാണാനും സാധിക്കുകയുള്ളൂ. ശ്രീ അനിൽ. വ്യക്തമാണ് ശ്രീധർ.